ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു ആംപ്ലിഫയർ ഡിസൈനിനെ കുറിച്ചാണ്. ഒരു പ്രൊജക്റ്റാണ്, കാരണം ഒത്തിരി ആംപ്ലിഫയർ ഡിസൈൻസ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് നമ്മുടേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ആംപ്ലിഫയർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ഹൈഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആംപ്ലിഫയേഴ്സ് ആയിട്ടുള്ള അവരുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയേഴ്സ് ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മൾ അസംബിൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഓഡിയോയിൽ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കും ഉള്ളൊരു അവരുടെ എല്ലാം ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗണത്തിലുള്ള ഒരു ആംപ്ലിഫയറാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൽസ് ക്ലാക്കോവിക് എന്ന ഒരു ഡിസൈനർ ഉണ്ട്, നമ്മൾ അപ്പെക്സ് ഓഡിയോ എന്നൊക്കെ പറയും. ഡൈവൈ ഓഡിയോ ഡിസൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, എപ്പെക്സ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു AX14 പോലെയുള്ള കുറച്ച് മോഡലുകളുണ്ട്, കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോഡൽ നമ്മൾ എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനർ മൈക്കിളിൻ്റെ ഒരു ഓസ്ട്രേലിയൻ ഡിസൈനറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഡിസൈൻസൊക്കെ നമ്മൾ വെച്ച് നോക്കിയിട്ട് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ അവരുടെ ഡിസൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസൈൻ എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. നമ്മൾ വലിയ ഡിസൈനറൊന്നുമല്ല. നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ മാറ്റം വരുത്തുന്നത് വെച്ചാൽ നമ്മുടേതായ രീതിയിൽ ചെറിയൊരു വ്യത്യാസം അതിന് വരുത്തണമല്ലോ. എന്താണെങ്കിലും എക്സാക്ട്ലി കോപ്പി അടിക്കുന്നത് ശരി ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു സർക്യൂട്ട് നമ്മൾ എടുത്തിട്ട് അതിന് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തി ചെറിയ കമ്പോണൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസും ഒക്കെ, കാരണം പല കമ്പോണൻസ് ചിലപ്പോൾ നമ്മുടെ അവിടെ അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ അത്തരം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ PCB മുതൽ നമ്മൾ ചെയ്തെടുത്താണ്. സർക്യൂട്ടിന് PCB ഡിസൈൻ ചെയ്തെടുത്ത് PCBനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് എച്ച് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയേഴ്സ് ഫുള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്, എങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെയും ഒരു ഭയങ്കര കുറേ കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ് ഇതുപോലെ ഹൈ എൻഡ് ആയിട്ടുള്ള നല്ലൊരു ആംപ്ലിഫയേഴ്സ് ഉണ്ടാക്കണം. അത്യാവശ്യം ഡൈനാമിക് ഉള്ളൊരു ആംപ്ലിഫയർ ആയിരിക്കണം. പിന്നെ എന്താ പറയുക, നല്ല എല്ലാ ഫ്രീക്വൻസി കവർ ചെയ്യുക, നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസ്റ്റോർഷൻ കുറവായിരിക്കണം. അങ്ങനെ ഒരുപാട് സ്പെക്കുകൾ നമുക്ക് വെച്ച് നോക്കിയിട്ട് അതുമായി മീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഒരുവിധം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയറാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടേതായ രീതിയിൽ ഒരു ബോർഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ തന്നെ നമുക്ക് ചെയ്തെടുക്കണം, ഒരു ഇച്ചിരി ഹൈഫൈ എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. PCB ഡിസൈനിങ് മുതൽ ടെസ്റ്റിംഗ് വരെയുള്ള ക്ലിപ്പുകളുടെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് വീഡിയോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ബോർഡും അല്ലെങ്കിൽ ആംപ്ലിഫയറൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ അല്പം ലെങ്തി ആയതുകൊണ്ട് 2 പാർട്ടായിട്ട് ഇടുന്നത്. ആദ്യത്തെ പാർട്ടിൽ എൻ്റെ PCB അസംബ്ലിംഗ് വരെയുള്ള വീഡിയോസാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ അതിൻ്റെ PCB ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. അതിന് സ്പ്രിൻറ്റ് ലേഔട്ട് എന്ന സോഫ്റ്റ്വെയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പോണൻസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് ആദ്യം കണക്ഷൻ വരച്ചിട്ട് പിന്നീട് ട്രാക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിതിൻ്റെ ട്രാക്കും എന്താ പറയുക, സിൽക്ക് സ്ക്രീനിലെല്ലാം പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ PCB, ഞാനിവിടെ ഗ്ലാസ് എപ്പോക്സിയുടെ പ്ലെയിൻ PCB ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അളവിന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ പേപ്പർ, അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ച പേപ്പർ ഒട്ടിച്ച് ചേർക്കണം. അതിന് മുമ്പായിട്ട് PCB നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അതിലെ അഴുക്കുകളൊക്കെ കളയുക. എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ പ്രിൻ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. നമ്മൾ ഈ പ്രിൻ്റ് PCBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോസി പേപ്പറിൽ, നൈസായിട്ടുള്ള ഗ്ലോസി പേപ്പറിൽ ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പും ബോട്ടവും ഒരുമിച്ചാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് അതിനെ ഇലക്ട്രിക് അയൺ ഉപയോഗിച്ച് നന്നായിട്ട് ഹീറ്റാക്കുന്നു. അപ്പോൾ അങ്ങനെ ഹീറ്റാക്കി എടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോണർ, അതായത് ഈ ഒരു ബ്ലാക്ക് കളർ അതിൻ്റെ പ്രിൻ്റ് എല്ലാം അതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിനെ ട്രാൻസ്ഫറിനെ പേപ്പർ ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് നനച്ചിട്ട് പതുക്കെ അതിന് ആ പേപ്പർ അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ വലിച്ചിളക്കി എടുക്കാം, പക്ഷേ പലപ്പോഴും അങ്ങനെ ഇടയ്ക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് പതുക്കെ അതിന് ആ പേപ്പറിൻ്റെ ഭാഗം മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രിൻ്റ് ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രിൻ്റ് വന്നിട്ടില്ലെങ്കിൽ മാർക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് PCB എച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫെറിക് ക്ലോറൈഡാണ്. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇട്ടിട്ടാണ് ഇത് എച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് കയ്യിൽ പറ്റാതിരിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ തന്നെ നമുക്ക് എച്ച് ചെയ്തെടുക്കാൻ പറ്റും.
ടച്ച് ചെയ്തെടുത്തിട്ട് ഈ പ്രിൻറ്റ് നമുക്കതിന് മാറ്റിക്കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പലരും പല കെമിക്കൽസൊക്കെ ഉപയോഗിക്കാറുണ്ട്. പെട്രോൾ പോലെയുള്ള കെമിക്കൽ ഉപയോഗിച്ച് മാറ്റി എടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഡ്രില്ല് ചെയ്യുകയാണ്. കാരണം ഇതിൻ്റെ പ്രോപ്പർ കമ്പോണൻസ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഹോള് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഹാൻഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഡ്രില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ, അതായത് 0.8 mm 1.2 mm ഉള്ള സൈസിലുള്ള ഡ്രിൽ ബിറ്റുകൾ, ചെറിയ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചാണ് ഡ്രില്ല് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാം ഡ്രില്ല് ചെയ്ത് ഹോളൊക്കെ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പോണൻസ് അസംബ്ലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പോണൻസും അതിൻ്റെ പ്രോപ്പർ ഇതിൽ ഇട്ട് ഹോളിൽ നമ്മൾ ഇടുകയാണ്. ഇട്ടതിന് ശേഷം നമുക്കിതിനെ സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കമ്പോണൻസ് ആദ്യം എല്ലാം അറേഞ്ച് ചെയ്യുക. നമുക്ക് അത്യാവശ്യം ചെറിയ കമ്പോണൻസ് എല്ലാം ആദ്യം നമുക്ക് ഇട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനെ നല്ലതായിട്ട് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കുറച്ച് ചെറിയ കമ്പോണൻസാണ് ഇട്ടിട്ടുള്ളത്. ഇനി വലിയ കമ്പോണൻസും കൂടി ഇട്ട് നമുക്കിതിനെ ശരിയായ രീതിയിൽ സോൾഡർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 ടൈപ്പ് ഓഫ് കമ്പോണൻസ് ആണ്. അതായത് സ്റ്റീരിയോ ബോർഡാണ്. അതിൻ്റെ ഒരു ചാനലിൽ ഉപയോഗിച്ച കമ്പോണൻസ് അല്ല അടുത്ത ചാനൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് രണ്ടിൻ്റെയും പെർഫോമൻസ് 2 രീതിയിൽ ചെയ്താൽ എങ്ങനെ കിട്ടും എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സോൾഡർ ചെയ്തെല്ലാം എടുക്കാം. എന്നിട്ട് നമ്മളൊരു ഹീറ്റ് സിങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഹീറ്റ് സിങ്ക് ഡ്രില്ല് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാം അറ്റാച്ച്മെൻ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ PCB ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ അടുത്ത പാർട്ട് കാണാം. ടെസ്റ്റിംഗ് ആൻഡ് റിവ്യൂ ഓഫ് HiFi ആംപ്ലിഫയർ മേക്കിംഗ്.